ഇവൻ ഈ ഉന്തുന്ന ജോലി നിർത്തിയാൽ ഇവനെ അപ്പോൾ തന്നെ കൊല്ലുമായിരുന്നു. ജോലി ചെയ്താലും ഒരു സാൻഡ്വിച്ചും ഒരു ബോട്ടിൽ വെള്ളവും മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. എന്നാലും ബോസിന്റെ സെക്രട്ടറി പണിക്ക് ഇന്റർവ്യൂവിന് വന്ന പുതിയൊരാൾ ഇതറിഞ്ഞ് ദേഷ്യപ്പെട്ടപ്പോൾ ഇന്ന് 50 റൗണ്ട് ചെയ്തില്ലെങ്കിൽ പുറത്താക്കുമെന്ന് സ്ക്രീനിൽ സന്ദേശം വന്നു. നാടുവിടാമല്ലോ എന്നവൻ കരുതിയെങ്കിലും പുറത്താക്കലെന്നാൽ കൊലപാതകമാണെന്ന് മറ്റുള്ളവരുടെ നിലവിളി കേട്ടപ്പോൾ അവന് മനസ്സിലായി. സമയം തീരാറായപ്പോൾ സർവ്വശക്തിയുമെടുത്ത് കല്ല് തള്ളി 50 റൗണ്ട് തികച്ച അവന് റിവാർഡായി ഒരു കുടിവെള്ളം കിട്ടി. അങ്ങനെ അവൻ അവിടെ ജീവനക്കാരനായി. കൂടുതൽ ഭക്ഷണത്തിനും വെള്ളത്തിനുമായി അവൻ ഇരട്ടി പണി ചെയ്യാൻ തുടങ്ങിയത് എല്ലാവരുടെയും ടാർഗറ്റ് കൂടുമെന്ന പേടിയിൽ കൂടെയുള്ളവർക്ക് ഭീഷണിയായി. എങ്കിലും ഗർഭിണിയായ ഭാര്യയെ ഓർത്ത് അവൻ ഒരൊറ്റ ശ്വാസത്തിൽ 150 റൗണ്ട് തിരിച്ചു. അതിന് റിവാർഡായി ഷവർബാത്ത് കിട്ടിയതോടെ കൂടുതൽ പണി ചെയ്താൽ സ്വാതന്ത്ര്യം കിട്ടുമെന്ന് കരുതി അടുത്ത തവണ 370 റൗണ്ട് പൂർത്തിയാക്കി. എന്നാൽ പേരെഴുതിയൊരു പേന മാത്രമാണ് അവന് കിട്ടിയത്. ദേഷ്യത്തിൽ സിസ്റ്റത്തെ ശപിച്ചതോടെ ടാർഗറ്റ് 370 ആക്കി ഉയർത്തി. വീണ്ടും തർക്കിച്ചപ്പോൾ ടാർഗറ്റ് 740 ആവുകയും 50 ഡിഗ്രി ചൂടിൽ പണിശിക്ഷ കിട്ടുകയും ചെയ്തു. പണ്ട് അലക്സ് എന്നൊരാൾ രക്ഷപ്പെട്ടതറിഞ്ഞ് അവൻ ആ പേന വെച്ച് 6 മാസം കൊണ്ട് ചുവര് തുറന്ന് ടണലുണ്ടാക്കി പുറത്തു കടന്നെങ്കിലും കാവൽക്കാർ പിടികൂടി. ശിക്ഷയായി എല്ലാവരുടെയും ടാർഗറ്റ് 1000 ആക്കിയതോടെ സഹപ്രവർത്തകർ അവനെ വെറുത്തു. അപ്പോഴാണ് താനാണ് അലക്സ് എന്നും ഇതൊരു കമ്പ്യൂട്ടർ അൽഗോരിതമാണെന്നും കൂടെയുള്ള ഒരാൾ വെളിപ്പെടുത്തിയത്. എല്ലാവരും പണി നിർത്തിയാൽ ആരും അവസാനമാകില്ലെന്ന് ചിന്തിച്ച് അവൻ എല്ലാവരെയും കൊണ്ട് പണി നിർത്തിച്ചു. എന്നാൽ സ്കോർ 0 ആയാൽ കൊല്ലുമെന്ന പുതിയ നിയമം വന്നതോടെ പേടിച്ച് എല്ലാവരും വീണ്ടും പണി തുടങ്ങി. വിട്ടുകൊടുക്കാതെ അവൻ തന്നെ കൊല്ലാൻ വന്ന ഗാർഡുകളെ ആക്രമിച്ചു. പനിമതിയാവോളം അടിക്കുന്നതിനിടെ ഗാർഡുകൾ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് അവനെ പ്രശംസിച്ചു. സമ്മർദ്ദത്തിൽ ജോലി ചെയ്യാനും പഴയ നിയമങ്ങൾ തകർക്കാനും നേതൃത്വം കാണിക്കാനും കഴിവുണ്ടോ എന്ന് നോക്കാൻ നടത്തിയ വെർച്വൽ റിയാലിറ്റി ഇന്റർവ്യൂ ആയിരുന്നു അത്. ടെസ്റ്റ് ജയിച്ച് അവൻ മാനേജരാവുകയും വലിയൊരു ഓഫീസ് കിട്ടുകയും ചെയ്തു.